2 ദിവസമായി ഏക സിവിൽ കോഡാണ് ചാനലുകളിൽ ചർച്ച. കാരണം ബഹുമാന്യനായ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ് അത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. പക്ഷേ സംഗതിയുടെ ഒരു പ്രശ്നം, നമ്മൾ സാധാരണ പറയുന്നത് പോലെ കറുത്തവാവിൻ്റെ അന്ന് അർദ്ധരാത്രിക്ക് ഇല്ലാത്ത കരിമ്പൂച്ചയെ പിടിക്കുന്നത് പോലെ എന്ത് വെച്ചാണ് ചർച്ച ചെയ്യേണ്ടത്, എന്താണ് ഈ ഏക സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ഇപ്പോഴും അനന്തമജ്ഞാതം അവർണ്ണനീയമാണ്. അതറിഞ്ഞെങ്കിലല്ലേ ഇത് ചെയ്യാൻ കഴിയൂ. ഇതിനിടയിൽ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് പോക്കറ്റുകളിൽ നിന്ന് ട്രൈബൽ വിഭാഗത്തിൽ വരുന്ന ജനവിഭാഗങ്ങൾ ഇതിനെതിരെ നിലകൊള്ളും, അത് തങ്ങളെ ഉന്മൂലനം ചെയ്യാനാണ്, തങ്ങളുടെ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാനാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത തലങ്ങളിൽ ഇപ്പോഴും വിചിത്രമായ ആചാരാനുഷ്ഠാനങ്ങൾ തുടരുന്ന വിവിധ മതങ്ങളെ അതിനെ വീണ്ടും ഒരുമിച്ച് കെട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് DMK നമ്മുടെ സ്റ്റാലിൻ പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡ് ആദ്യം കൊണ്ടുവരേണ്ടത് ഹിന്ദു സമുദായത്തിനകത്താണ്. അതിനെ ഏകീകരിച്ചിട്ട് വേണമല്ലോ പിന്നെ ബാക്കി എല്ലാവരെയും കൂടെ ഏകീകരിക്കാൻ. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് കർണാടകയിൽ ഒരു ദളിത് യുവാവിനെ പ്രണയിച്ചതിന് മകളെ അച്ഛൻ കഴുത്തിയരിച്ചു കൊന്നു, ഒടുവിൽ അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്ന് ആർക്കും ആരെയും വിവാഹം കഴിക്കാമെന്നും ഒരു മതത്തിനകത്തുള്ള വിവാഹമെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന നിലയൊക്കെ കൈവരിച്ചിട്ട് വേണ്ടേ പുറത്തേക്ക് ചാടാൻ എന്നൊരു ചോദ്യവും പ്രസക്തമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് അവകാശപ്പെടുന്ന അതൊരു അഭിമാനമായി കാണുന്ന നമ്മുടെ രാജ്യത്ത് ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്ന് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് ഏകീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നവർക്കും ഒരു ലക്ഷ്യമില്ല, കേൾക്കുന്നവർക്കും ഒരു ലക്ഷ്യമില്ല. എന്തൊക്കെയോ എല്ലാവരും പറയുകയാണ്. പിന്നെ നടപ്പിലാക്കാൻ പോകുന്നത് ഈ തുടർച്ചയായി 6-7 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവരാകുമ്പോൾ അതിലെന്തെങ്കിലും സംഗതി ഉണ്ടാകും എന്നോർത്താണ് എല്ലാവരും നിലപാട് പറയുന്നത്. കാരണം അങ്ങനെ ഒരു കരടേ ലഭ്യമല്ല. എന്നു മാത്രവുമല്ല, ഈ ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പരാമർശമുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്, രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങളാണ്. അതിൽ ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്നാണ്. എന്ന് പറഞ്ഞാൽ കാർക്കശ്യമില്ലാതെ നിർബന്ധ ബുദ്ധിയില്ലാതെ നടപ്പിലാക്കണം എന്നത് ഒരു നിയമപരമായ ബാധ്യതയല്ലാത്ത ഒരു കൂട്ടം ഡിവൈൻ പ്രിൻസിപ്പിൾസാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസമുണ്ട്, അതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസിയിലുള്ളതുകൊണ്ട് അത് നടപ്പിലാക്കുന്നത് ഭരണഘടനയോട് കൂറും ബാധ്യതയും പുലർത്തുന്നവരാണ് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് റൈറ്റ് ടു റിലീജിയസ് പ്രാക്ടീസസ്. ഇന്ത്യയിലെ ഓരോ പൗരനും അവൻ്റെ മതപരമായ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ തുടരാനുള്ള അവകാശമുണ്ടെന്ന്. അവിടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ അതിലേതാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കോടതി വരാന്തയിലുള്ള അല്ലെങ്കിൽ നിയമ ബുക്കുകൾ വിൽക്കുന്ന ആളുകൾക്ക് പോലും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. പിന്നിതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സാധാരണ ശാന്തമായി കിടക്കുന്ന ചില സംഗതികൾ ചുമ്മാതെ ചുണ്ണാമ്പിട്ടിളക്കുന്നത് പോലെ ഇളക്കി മറിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് കരടാദ്യം ഇറങ്ങണം, ആ കരടിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ രൂപപ്പെടണം, അത് പിന്നെ നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഇലക്ഷന് മുമ്പ് എന്തിട്ടാണോ കലക്കാൻ വെക്കുന്നത് അതിട്ടൊന്ന് കലക്കുക എന്ന ഒരു കലക്കൽ നയത്തിനപ്പുറത്ത് അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് വിദഗ്ധമായി വിശകലനം ചെയ്യുന്നവർ മനസ്സിലാക്കുന്നത്. ഇതിന് ആമുഖമായി ഈ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്താണെന്ന് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഫൗണ്ടർ കൂടിയായ ശശികുമാർ സാർ പറഞ്ഞത് ഒന്ന് കേൾക്കാം. Unity in diversity has for long been such a simple but strong evocation of India. And it's not empty rhetoric, not a mere ornamentation on our body politic and society, but it's our lived reality as a people belonging to a great civilization. It is a center plank of the idea of India. Unity in diversity
It's at once a political, social, and spiritual legacy that informs, that binds, that bonds the myriad faiths, belief systems, cultures, languages, lifestyles, customs, and habits of this land into the fascinating weave of our nation, that is our India. We need to remind ourselves today that it is unity in diversity, not uniformity, which goes against the grain of diversity, not homogeneity, which kills diversity, not the road rollering of a majoritarian agenda to snuff out this pluralism that sustains us. We need to remind ourselves today that it is this unity in diversity that gives each one of us our identity, our self-respect as proud citizens of India, which brings us together as a people. This spirit of togetherness, not othering or excluding or stigmatizing the others, is the need of the hour. Togetherness must mean mutual faith in addition to our own respective faiths. Togetherness means speaking to each other, empathizing with each other, not speaking or working at cross purposes with one another. Togetherness comes with a language of understanding and love, not hate-mongering and hate speech. Our identity is sacrosanct to each and every one of us, and it should not become a victim or a plaything for identity politics of vested interests. Polarization and divisiveness have rent and threatened to destroy our social body fabric today. The spirit of our Constitution, the very spirit of our Constitution, bleeds silently from 1,000 cuts. As a balm to soothe and heal these wounds, to rediscover the central thread of unity, and to continue to weave the grand fabric of our diversity, an initiative like the Council for Community Cooperation is the crying need of the hour. I wish this noble venture all the very best from all my heart. എത്ര മനോഹരമായ വാക്കുകളിലാണ് വളരെ ശക്തമായ ഭാഷയിൽ ആവർത്തിച്ച് കേട്ടാലും മതിവരാത്തവണ്ണം ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം അതിൽ പറയുന്നൊരു വാക്കുണ്ട്, യൂണിറ്റി ഡസൻ മീൻസ് യൂണിഫോമിറ്റി, യൂണിറ്റി ഡസൻ മീൻസ് ഹോമോജിനിറ്റി, യൂണിറ്റി ഡസൻ മീൻസ് മെജോറിറ്റേറിയനിസം. തുല്യത അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വൈവിധ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട്, വ്യത്യസ്തതകൾ മറന്നുകൊണ്ട്, ആ വ്യത്യസ്തതകളെയൊക്കെ അത് ഭാഷാപരമായിട്ടുള്ളതോ ആചാരാനുഷ്ഠാനമായിട്ടുള്ളതോ മതവിശ്വാസപരമായിട്ടുള്ളതോ ജീവസന്ധാരണ സംഗതികളായിട്ടുള്ളതിനെയോ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അതിനെയെല്ലാം ക്രഷ് ചെയ്ത് ഒരു മെജോറിറ്റേറിയനിസത്തിൽ ഇതാണ് യൂണിഫോമിറ്റിയാണ് യൂണിറ്റി എന്ന് പറയുന്നൊരാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ സന്ദേശങ്ങളോട് വിയോജിക്കുകയാണ് ശശികുമാർ സാർ ചെയ്യുന്നത്. എത്ര മനോഹരമാണ്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഈ വാക്കുകളുടെ ശക്തിയോ ഊർജമോ കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ സ്വാഭാവികതയോടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ആവർത്തിച്ച് എല്ലാവർക്കും പല അത് കേൾക്കാം. കാരണം അതിലുണ്ട് ശരിക്കുമുള്ള ആ ഇന്ത്യയുടെ ആത്മാവിൻ്റെ വൈവിധ്യവും അതിൻ്റെ ഉൾക്കൊള്ളലും അതിൻ്റെ ചേർത്ത് പിടിക്കലും എല്ലാമെല്ലാം. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ ഈ യൂണിഫോം സിവിൽ കോഡിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നുയർന്നു വന്ന കേട്ട വാചകങ്ങളിലൊന്നാണ് നമ്മുടെ സ്റ്റാലിൻ്റേത്. അദ്ദേഹം പറഞ്ഞത് ആദ്യം ഉണ്ടാകേണ്ടത് ഒരു യൂണിഫോം സിവിൽ കോഡ് ഹിന്ദുമതത്തിനകത്താണ്. കാരണം അത്രത്തോളം വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളും മറ്റ് ഘടകങ്ങളുമൊക്കെയുള്ള വേറൊരു മതം ഉണ്ടാവില്ല. ആ വൈവിധ്യമാണ് ആ മതത്തിൻ്റെ ഒരു സൗന്ദര്യം തന്നെ. എന്നാൽ ആ വൈവിധ്യത്തെ ഇപ്പോഴും ഇന്ത്യയുടെ പരമ്പരാഗതമായ കാലങ്ങളായി വേരുറച്ചു പോരുന്നിട്ടുള്ള ജാതീയതയുടെ ഏറ്റവും ദുഷ്പ്രവണത കാണുന്നതും അതിനുള്ളിലാണ്. അതുകൊണ്ടാണ് ഒരു ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് കർണാടകയിൽ ഒരു ദളിത് യുവാവ്, ഹി ഓൾസോ ബിലോങ്സ് ടു ഹിന്ദു കമ്മ്യൂണിറ്റി. അയാൾ ഒരു മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളിനെ വിവാഹം കഴിച്ചതിന് അതിന് തയ്യാറായ സ്വന്തം മകളെ അച്ഛൻ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. അയാൾ ആത്മഹത്യ ചെയ്യുന്നു. കാരണം മറ്റെന്തിനേക്കാളും വലിയ ശാപമായും അപമാനമായും ഇന്നും കാണുന്നു അതിനകത്ത് ഈ വിഷയം. അപ്പം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇതിൽ അവകാശപ്പെടുന്നത് പോലെ, മുസ്ലിം പെണ്ണുങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്വത്ത് കൊടുക്കാത്തതുകൊണ്ട് ആ മുസ്ലിം പെണ്ണുങ്ങളോ മുസ്ലിം ഉമ്മമാരോ ഒന്നും അനാഥാലയങ്ങളിലോ തെരുവുകളിലോ മറ്റേതെങ്കിലും വിഭാഗങ്ങളെക്കാൾ കൂടുതലായി ഉപേക്ഷിക്കപ്പെടുന്നില്ല, ആത്മഹത്യ ചെയ്യപ്പെടുന്നില്ല, അസംതൃപ്തരാന്നുള്ള കണക്കുകൾ കാണുന്നില്ല. അസംതൃപ്തിയുടെ അടയാളമാണല്ലോ വിവാഹമോചനങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട
കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ. എന്നാൽ അസ്വസ്ഥമാകുന്ന വലിയൊരു വിഭാഗം ഇന്നും ഈ പറയുന്ന ആചാരാനുഷ്ഠാന കേന്ദ്രങ്ങളിൽ പ്രവേശനമില്ലാത്തവർ, ഇന്നും പല കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവർ, രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് പോലും ചില ക്ഷേത്രങ്ങൾക്കകത്തേക്ക് കയറാൻ കഴിയാത്തവണ്ണമുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അതിനെയെല്ലാം കൂടി ആദ്യം ഒരു സിവിൽ കോഡിനകത്ത് കൊണ്ടുവന്നിട്ട് വേണ്ടേ എല്ലാത്തിനെയും ഓരോന്നായി ഏകോപിപ്പിച്ചിട്ട് ഒരുമിച്ച് ഏകോപിപ്പിക്കുന്ന ഒരു ഭംഗിയും സൗന്ദര്യവും ഉണ്ടാകാൻ. ഏതായാലും ഈ ചർച്ച തുടരുമ്പോൾ പണ്ട് നോട്ട് നിരോധന കാലത്ത് കള്ളപ്പണം നിരോധിച്ചാൽ കുറേ കാശുള്ള ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെല്ലാം മുങ്ങിത്താഴുമെന്ന് വിശ്വസിച്ച് ആവേശം കൊണ്ടതുപോലെ അമിതാവേശമൊന്നും ഇതിൽ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ യൂണിഫോം സിവിൽ കോഡിനെതിരെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ചർച്ച നടത്തിയപ്പോൾ BR അംബേദ്കറിനോട് തർക്കിച്ചതും വാദിച്ചതുമൊക്കെ ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള BJP നേതാക്കളായിരുന്നു. കാരണം അവർ പറഞ്ഞത് അതിനുള്ള സമയമായില്ല എന്നാണ്. 2018 ഇതേ ഗവൺമെൻറ്റിന് കീഴിലുള്ള ലോ കമ്മീഷനും പറഞ്ഞത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇന്ത്യ പാകപ്പെട്ടില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ 24ൻ്റെ പടിവാതിൽക്കൽ ഒരുമാതിരി ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്നാൽ ഇതൊരു പുതിയ സംഗതിയാകട്ടെ എന്ന് അവതരിപ്പിക്കുന്നത് ചക്കിന് വെക്കുന്നത് കൊക്കിന് കൊള്ളും എന്ന് പറയുന്നത് പോലെ ആകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആദ്യം കരട് വരട്ടെ, എന്നിട്ടതിൽ എന്താണ് യൂണിഫോം ആക്കാൻ പോകുന്നതെന്ന് പഠിച്ചിട്ട് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇത് അവസാനിക്കുമ്പോൾ ഒരിക്കൽ കൂടി ശശികുമാർ സാറിൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ആവർത്തിച്ച് കേട്ടുകൊള്ളുക. അതിലുണ്ട് വളരെ ശക്തമായ ആ നിലപാടിൻ്റെ ഊർജവും തീക്ഷ്ണതയും കൃത്യതയും വ്യക്തതയും.